യൂട്യൂബ് ചാനലിൽ നിന്ന് പൈസ ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അതിന് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. നിങ്ങൾക്ക് ഇതൊക്കെ ആര് പറഞ്ഞു തരാനാണല്ലേ? അതിനല്ലേ ഞാനിവിടെ ഉള്ളത്. എല്ലാം കൃത്യമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, തമ്പനെയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, വീഡിയോ അപ്ലോഡ് ചെയ്യണത് എങ്ങനെയാണ്, ഡിസ്ക്രിപ്ഷൻ ടാഗ് എല്ലാം എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മെയിൽ ഐ ഡി അത്യാവശ്യമാണ്. ആദ്യം നമുക്കൊരു മെയിൽ ഐ ഡി നിർമ്മിക്കാം. അതിനായിട്ട് ജിമെയിൽ എന്ന് പറയുന്ന ഈ കാണുന്ന ഐക്കൺ നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടാവും. ഈ ആപ്ലിക്കേഷനാണ് നമുക്ക് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യേണ്ടത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുവരെ ഒരു മെയിൽ ഐ ഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ആഡ് അക്കൗണ്ട് എന്ന് കാണിക്കും. അതല്ല എങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി ഇതിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മെയിൽ ഇതിൽ കാണിക്കും. ഈ മെയിലിൻ്റെ ഏറ്റവും മുകളിലായിട്ട് വലതുവശത്ത് നമ്മളുടെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ കഴിയും. ഇവിടെ നിങ്ങൾ ഓ എന്ന് എഴുതിയിരിക്കുന്നത് കാണുന്നില്ലേ? അതുപോലെ തന്നെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഏതൊക്കെ മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഇവിടെ വരും. അതല്ല നമ്മൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ ആഡ് അനദർ അക്കൗണ്ട് എന്ന് കാണുന്ന ഈ പ്ലസ് ഐക്കണിൽ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജ് വരുന്നത് ഗൂഗിൾ എന്ന് കാണിക്കും. ഏറ്റവും മുകളിലായിട്ട് ഗൂഗിളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ സ്ക്രീൻ അൺലോക്ക് ചെയ്യാനാണ് ഇപ്പോൾ കാണിക്കുന്നത്. അൺലോക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ പാസ്വേഡ് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ തമ്പ് വെച്ച് കൊടുക്കണം, ഫിംഗർ പ്രിൻ്റ് കൊടുക്കണം കേട്ടോ. അടുത്തത് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ഭാഗത്ത് താഴെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ കാണിക്കും ഫോർ മൈ പേഴ്സണൽ യൂസ് എന്ന് കാണിക്കും. അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് അടിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ പേര്, ഏത് മെയിൽ ഐ ഡിക്ക് ഒരു പേര് വേണമല്ലോ, ആ പേര് കൊടുക്കാൻ പറയും. അങ്ങനെ ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് ജൈവ കേരളം എന്നാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു മെയിൽ ഐ ഡിക്ക് ആവശ്യമുള്ള പേര് കൊടുക്കുക. അപ്പോൾ ഈ ജൈവ കേരളം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ FB എന്നും കൂടി കൊടുക്കുകയാണ്. ഫേസ്ബുക്ക് ആണല്ലോ, അപ്പോൾ FB എന്നുകൂടി ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് അടിച്ച് പോകണം. നെക്സ്റ്റ് അടിച്ച് പോകുമ്പോൾ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുക്കാൻ പറയും. ഇത് പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ റിക്കവർ ചെയ്യണ സമയത്തൊക്കെ ഇത് ആവശ്യം വരും. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അപ്പോൾ അവർ നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ള മെയിൽ ഐ ഡി കുറേ തരും. ജൈവകേരളം FB, അതുപോലെ FB ജൈവകേരളം, ഇങ്ങനെയൊക്കെ അവർ സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് വേണ്ടത് വെറും ജൈവകേരളം എന്നാണ്. അത് കിട്ടുക എന്നറിയാനായിട്ട് ക്രിയേറ്റ് യുവർ ഓൺ ജിമെയിൽ അഡ്രസ്സ് എന്ന് പറയുന്ന ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ജൈവകേരളം എന്ന് ഞാനൊന്ന് ടൈപ്പ് ചെയ്ത് അവിടെ കൊടുത്തപ്പോൾ പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്യണില്ല. കാരണം ഇതിനു മുമ്പ് ആരോ jaivakeeralam@gmail.com എന്നുള്ള ഒരു മെയിൽ ഐ ഡി ആരോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കത് കിട്ടിയില്ല. അപ്പോൾ ഞാനിവിടെ ജൈവകേരളം ലത്തീഫ് എന്ന് പറയുന്ന ഒരു ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ജൈവകേരളം latif@gmail.com എന്നുള്ള മെയിൽ ഐ ഡി ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് നമ്മൾ കൊടുക്കണം. അതിൽ സ്പെഷ്യൽ ക്യാരക്ടറും ഒക്കെ ഉൾപ്പെടുത്തി മറ്റാരും ഉപയോഗിക്കാത്ത രീതിയിലുള്ള ഒരു പാസ്വേഡ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. അവർ നമുക്കിവിടെ പാസ്വേഡ് സജസ്റ്റ് ചെയ്ത് തരും. അതൊന്നും അല്ലാതെ നമ്മൾ സ്വന്തമായിട്ടൊരു പാസ്വേഡ് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഇവിടെ അങ്ങനെ താഴത്തേക്ക് വരുമ്പോൾ ഏറ്റവും അടിയിൽ ഐ അഗ്രി എന്ന് കാണിക്കും. ഈ ഐ അഗ്രിയിലും കൂടി ഒന്ന് ആ ബ്ലൂ കളറിലുള്ള അവിടെ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മെയിൽ ഐ ഡി പൂർണ്ണമായി, ആ മെയിൽ ഐ ഡി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മെയിലിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ജിമെയിൽ ടീം അയച്ച മെസ്സേജൊക്കെ കാണിക്കും, ഈ മെയിൽ ഐ ഡി മെയിലൊക്കെ കാണിക്കും. അതൊന്നും നമുക്ക് ഇപ്പോൾ നോക്കണ്ട. നമ്മൾ നേരെ ഇനി യൂട്യൂബിലേക്കാണ് പോണത്. യൂട്യൂബ് നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ വലതുവശത്ത് നമ്മളുടെ പ്രൊഫൈൽ ഐക്കൺ അവിടെ കാണിക്കും. അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് അക്കൗണ്ട്സ് എന്ന് കാണിക്കും. ഇടതുവശത്ത് ഏറ്റവും മുകളിലാണ് അക്കൗണ്ട്സ് എന്ന് കാണിക്കുന്നത്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മൊബൈലിലുള്ള മെയിൽ ഐ ഡികളൊക്കെ അവിടെ കാണിക്കും. അവിടെ നമുക്ക് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മളുടെ മെയിൽ ഐ ഡി നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത മെയിൽ ഐ ഡി സെലക്ട് ചെയ്ത് കൊടുത്തപ്പോൾ ക്രിയേറ്റ് എ ചാനൽ എന്ന് കാണിക്കുന്ന ഒരു ഭാഗം വരും. അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ കാണിക്കും. ഇവിടെ നമ്മൾ പ്രൊഫൈൽ പിക്ചറാണ് ആദ്യം കാണിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് പേര്, ചാനലിൻ്റെ പേര്, നെയിം എന്നുള്ള ഭാഗത്ത് ചാനലിൻ്റെ പേര്, തൊട്ട് താഴെ ഹാൻഡിൽ. അപ്പോൾ ഹാൻഡിൽ ഞാനൊന്ന് തിരുത്താൻ നോക്കിയപ്പോൾ നടന്നില്ല, അങ്ങനെ തന്നെ വന്നിട്ടുള്ളൂ. ഇനി ജൈവകേരളം FB എന്നുള്ള ചാനലിൻ്റെ പേര് ഞാൻ തിരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ആദ്യം പ്രൊഫൈൽ പിക്ചർ നമുക്ക് ഒരെണ്ണം ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ആദ്യം പ്രൊഫൈൽ പിക്ചറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം. നമുക്കിത് നമ്മുടെ ഒരു പ്രൊഫൈൽ പിക്ചർ ഇതിൽ അത്യാവശ്യമായിട്ട് കൊടുക്കണം. ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പ്രൊഫൈൽ പിക്ചർ
ക്രിയേറ്റ് ചെയ്ത് വെക്കണം. അതുകൂടാതെ ഒരു ബാനറും ക്രിയേറ്റ് ചെയ്ത് വെക്കണം നമ്മുടെ ചാനലിൻ്റെ പേരുള്ളത്. ബാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചറിൻ്റെ ബാക്കിൽ കാണുന്ന ആ നീളത്തിലുള്ള വീതി കുറഞ്ഞൊരു പിക്ചറാണ് കേട്ടോ. അതിന് തൊട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിലാണ് ഇനി അടുത്തത് നമ്മൾ എഴുതേണ്ടത്. ഡിസ്ക്രിപ്ഷൻ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാനൽ എന്താണോ അതിനെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ചാനലിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഈ ഭാഗം പൂർണ്ണമായി കഴിഞ്ഞ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ബാക്കടിച്ച് പോവുകയോ അല്ലെങ്കിൽ താഴെ കാണുന്ന ആ പ്ലസ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയും. ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് മൊബൈലിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആ വീഡിയോ ആണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ആ വീഡിയോ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ കാണിക്കും, എൻ്റെ വർക്ക് കാണിക്കും. ആ ഭാഗത്ത് നമ്മൾ ഇതിൻ്റെ താഴെ തൊട്ട് താഴെയുള്ള ഡൺ എന്ന് പറഞ്ഞ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്സിംഗ് എന്ന് കാണിക്കും. അപ്പോൾ ഈ വീഡിയോ പ്രോസസ്സിംഗ് സ്റ്റേജിലായിരിക്കുള്ളൂ. അത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോക്ക് ഒരു പാട്ട് കൊടുക്കണോ എങ്കിൽ നേരെ ഏറ്റവും മുകളിൽ ആഡ് സോങ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. അതല്ല എങ്കിൽ തൊട്ട് താഴെയുള്ള നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വരുന്ന ഇവിടെ നിന്ന് നമുക്ക് നമ്മളുടെ തമ്പനയിൽ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്ന ഒരു പോർഷൻ കാണും. അവിടെ നമുക്ക് ആവശ്യമുള്ള തമ്പനയിൽ നമ്മൾ ഇവിടെ വെച്ച് തന്നെ സെലക്ട് ചെയ്യണം. കാരണം പിന്നീട് സെലക്ട് ചെയ്യാൻ പറ്റില്ല ഷോർട്ടിലൊന്നും. ഇവിടെ ഒരു പെൻസിൽ ചിഹ്നം കാണുന്നില്ലേ, ആ പെൻസിൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ തമ്പനയിൽ ക്ലിയർ ചെയ്യേണ്ടത്. നമ്മളുടെ വീഡിയോയുടെ ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും നമുക്ക് തമ്പനയിൽ ഉണ്ടാക്കിയെടുക്കാം. ആ തമ്പനയിൽ നോക്കിയാണ് ആളുകൾ നമ്മളുടെ വീഡിയോ കാണുന്നത്. അതിൻ്റെ തൊട്ട് താഴെ വിസിബിലിറ്റി എന്ന് കാണുന്ന സ്ഥലത്ത് പബ്ലിക് എന്നായിരിക്കുള്ളൂ. ആ പബ്ലിക് മാറ്റി നമ്മൾ അൺലിസ്റ്റ് ആക്കി വെക്കണം. അൺലിസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വല്ല കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ കാണിക്കും. അതുപോലെ അൺലിസ്റ്റ് ചെയ്ത് വെക്കാതെ നമ്മൾ ഒരു വീഡിയോയും പബ്ലിഷ് ചെയ്യരുത് എന്നുള്ളത് എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ഓർമ്മയിൽ വേണം. 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് അൺലിസ്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് ഡിസ്ക്രിപ്ഷൻ എഴുതണം. നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ ഒരു ലഘു വിവരണം നമ്മളിവിടെ കൊടുക്കണം. എങ്കിൽ അത് സെർച്ചിൽ വരും. മാത്രമല്ല ഇത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഡിസ്ക്രിപ്ഷനിൽ കൂടെ തന്നെ നമ്മൾ ഹാഷ്ടാഗും കൂടി കൊടുക്കണം. ഈ വീഡിയോ എന്തിനെക്കുറിച്ചാണോ എന്നുള്ളതിൻ്റെ ഹാഷ് ഇവിടെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ എഴുതി ചേർക്കണം കേട്ടോ. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം ഗൂഗിളിൽ സെർച്ച് ചെയ്താലോ യൂട്യൂബിൽ എവിടെയെങ്കിലും സെർച്ച് ചെയ്താലോ ഒക്കെ നമ്മളുടെ വീഡിയോ സെർച്ചിൽ വരണമെന്നുണ്ടെങ്കിൽ, ആളുകൾ കൂടുതൽ കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹാഷ്ടാഗൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണം. അതുകൂടാതെ ഡിസ്ക്രിപ്ഷനിലുള്ള വാക്കുകൾ എപ്പോഴും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള വാക്കുകൾ ഡിസ്ക്രിപ്ഷനിൽ ഉപയോഗിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. അടുത്തത് നമ്മൾ ആ ലൊക്കേഷൻ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മളുടെ നാട് ഏതാണോ ആ നാടിൻ്റെ ലൊക്കേഷൻ കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മൾ അപ്ലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ഷോട്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നേരെ അപ്ലോഡ് ചെയ്തിട്ടാണ് ഇനി നമുക്ക് അടുത്ത ആപ്ലിക്കേഷനിലേക്കാണ് പോകേണ്ടത്. YT സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് ഇനി നമുക്ക് ആവശ്യമുള്ളത്. അത് മൊബൈലിൽ ഇല്ലാത്ത ആളുകൾ പ്ലേ സ്റ്റോറിൽ പോയി ഇൻസ്റ്റാൾ ചെയ്യണം. YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ വലതുവശത്തെ ഏറ്റവും മുകളിലായിട്ട് ഒരു ഐക്കൺ കാണാൻ കഴിയും. ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്ത ആളുകൾ, സൈൻ ഇൻ ചെയ്യാത്ത ആളുകൾക്ക് അതിൽ സൈൻ ഇൻ എന്ന് കാണുന്ന ഭാഗത്ത് നേരെ സൈൻ ഇൻ കൊടുക്കുക. അവിടെ നമ്മളുടെ മൊബൈലിലുള്ള മെയിൽ ഐ ഡികൾ കാണിക്കും. അതിൽ നമ്മൾക്ക് ഇപ്പോൾ കൊടുത്തിട്ടുള്ള ചാനലിൽ നിർമ്മിച്ചിട്ടുള്ള മെയിൽ ID സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് വരും. ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരും. അതിൽ കണ്ടന്റ് എന്ന് കാണുന്ന ലാസ്റ്റ് ഏറ്റവും താഴെ രണ്ടാമത് കാണുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ എല്ലാം കാണാം. ഇപ്പോൾ നമ്മളൊരു വീഡിയോ കൊടുത്തിട്ടുള്ള ആ വീഡിയോകളൊക്കെ കാണാൻ പറ്റും. അതിൽ ആവശ്യമുള്ള വീഡിയോ ഒന്ന് തൊട്ട് സെലക്ട് ചെയ്തതിന് ശേഷം മുകളിൽ പെൻസിൽ ചിഹ്നത്തിൽ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അതിലുള്ള എഴുത്തുകളൊക്കെ നമുക്ക് അവിടെ എഡിറ്റ് ചെയ്യാൻ കഴിയും. മാത്രമല്ല ഷോർട്ട് അല്ലാത്ത വീഡിയോകളുടെയൊക്കെ തമ്പനയിലും നമുക്ക് അവിടെ എഡിറ്റ് ചെയ്ത് പുതിയ തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്ന്, ടാഗ് കൊടുക്കാനായിട്ടുള്ള ഒരു ഭാഗം ഉണ്ടാവും. അതിൽ സെലക്ട് ചെയ്തതിന് ശേഷം കുറേ ടാഗുകൾ കൊടുക്കണം. ഒരു 4 or 5 ടാഗിലധികം കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ടാഗ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ എന്തെങ്കിലും എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കോമ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ടാഗായിട്ട് മാറും. അതല്ലെങ്കിൽ അടുത്ത ലൈനിലേക്ക് പോയാലും ടാഗായിട്ട് മാറും. ടാഗ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പബ്ലിക് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമില്ലേ, വിസിബിലിറ്റിയിൽ അൺലിസ്റ്റഡ്, പ്രൈവറ്റ് എന്നൊക്കെ പറഞ്ഞ ഭാഗത്ത് വേണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. ഏതെങ്കിലും ഒരു വർഷത്തെ ഏതെങ്കിലും ഒരു ദിവസത്തേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. അന്നാണ് ഇത് പബ്ലിഷ് ആവുള്ളൂ. അപ്പോൾ ഈ പലതരം പ്രോഗ്രാമിനൊക്കെ പോകുന്ന ആളുകൾ ദൂരെ ഇരുന്നുകൊണ്ട് തന്നെ
ഫേസ്ബുക്ക് ഒന്നും ഉപയോഗിക്കാതെ അല്ലെങ്കിൽ യൂട്യൂബ് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലത്ത് നിന്നുകൊണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ആ ദിവസത്തേക്ക്. അപ്പോൾ ആ ദിവസം കറക്റ്റ് ടൈം ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ലോഡ് ആയിട്ട് വരും. ഇനി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇതിന്റെ തൊട്ട് താഴെ കാണുന്ന സെലക്ട് ഓഡിയൻസ്. ഈ ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും യെസ് ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സും നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സും. ഇതിൽ രണ്ടാമത് കൊടുത്തിരിക്കുന്ന നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട്. കാരണം കുട്ടികൾക്ക് വേണ്ടിയുള്ള വീഡിയോ അല്ല എന്ന് ഇത് കാണിക്കണം. കുട്ടികൾക്ക് വേണ്ടിയുള്ള വീഡിയോയിൽ റവന്യൂ വളരെ കുറവായിരിക്കും. അതുമാത്രമല്ല അതിൽ കമൻറ്റ് ചിലപ്പോൾ ബോക്സ് ഓഫ് ആയിരിക്കും. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. ഇത്രയും ചെയ്താൽ നമ്മുടെ എഡിറ്റിംഗ് എല്ലാം ക്ലിയറായി വൈറ്റ് സ്റ്റുഡിയോയിലും പക്കയായിട്ടുണ്ട്. ഇവിടെ വൈറ്റ് സ്റ്റുഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. അത് വൈറ്റ് സ്റ്റുഡിയോനെ കുറിച്ചുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. അൺലിസ്റ്റ് ആയിട്ടുള്ള വീഡിയോ 1 മണിക്കൂർ കഴിയുമ്പോൾ അതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് നമുക്കത് പബ്ലിക് ആക്കാവുന്നതാണ്. ഇതാണ് യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. പിന്നെ 3 മിനിറ്റിൽ കൂടുതലായിട്ടുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യണമെങ്കിൽ തമ്പനയിൽ ലാൻഡ്സ്കേപ്പ് ആയിട്ടുള്ള തമ്പനയിൽ 16:9 എന്നുള്ള റേഷ്യോയിൽ തമ്പനയിൽ നമ്മൾ സെറ്റ് ചെയ്ത് നേരത്തെ തന്നെ വെച്ചിരിക്കണം. അപ്പോൾ ഒരു യൂട്യൂബിലൊരു ചാനൽ നിർമ്മിക്കുന്നതും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ മെയിൽ ഐ ഡി ഉണ്ടാക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഈ വീഡിയോയോടുകൂടി. ഇത് വൈറ്റ് സ്റ്റുഡിയോനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ സാവധാനം നമുക്ക് ഓരോ വീഡിയോകളിലായിട്ട് പ്രതിപാദിക്കാം.